നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിക്ക് ഓഫർ കൊടുക്കാൻ പോവുകയാണോ? നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പ്രോപ്പർട്ടിക്ക് ഓഫർ കൊടുക്കുന്നതിന് മുന്നേ ആ പ്രോപ്പർട്ടിയുടെ ഇൻഷുറൻസ് കോട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. ആ പ്രോപ്പർട്ടിക്ക് ലാൻഡ് ലോഡ് ഇൻഷുറൻസ് കോസ്റ്റ് എത്രയാണ് വരുന്നത് ജസ്റ്റ് ഒന്ന് നോക്കുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നെറ്റിൽ നോക്കാം. ഒന്നോ രണ്ടോ ഇൻഷുറൻസ് കമ്പനിയുടെ ഫ്രീ കോട്ട് എടുക്കുക. ഇപ്പോൾ ഇൻഷുറൻസ് കോട്ട് കൂടുതലാണെങ്കിൽ അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവിടെ റിസ്ക് ഫാക്ടർ കൂടുതലാണെന്നാണ്. അപ്പോൾ റിസ്ക് ഫാക്ടർ കൂടുതലുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ആ പ്രോപ്പർട്ടി ഒഴിവാക്കുക. ഈവൻ അത് നിങ്ങളുടെ ഒരു ആദ്യത്തെയോ രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ. അപ്പോൾ നമ്മൾ ആദ്യത്തെയോ രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ എപ്പോഴും ലോ റിസ്ക് ഉള്ള ഏരിയയിൽ വേണം വാങ്ങിക്കാൻ. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ആ പ്രോപ്പർട്ടിയുടെ ഇൻഷുറൻസ് കോട്ട് ഒന്നോ രണ്ടോ കമ്പനിയുടെ ഇൻഷുറൻസ് കോട്ട് എടുക്കുക. ഫോർ എക്സാമ്പിൾ ഇൻഷുറൻസ് കോട്ട് കിട്ടുന്ന ഒരു 2500 മേലെയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അവിടെ എന്തോ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്യുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ ക്യാപിറ്റൽ ഗ്രോത്തോ റെൻ്റൽ ലീഡിനേക്കാൾ മേലെയാണ് റിസ്ക് ഫാക്ടർ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. എൻ്റെ പേര് സുദേശ്, ഞാൻ ബയേഴ്സ് ഏജൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങിക്കുന്നത് കാര്യമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. ഐ എം ഹാപ്പി ടു അസിസ്റ്റ് യു.